ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രീൻ പീസ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അതിനായി ഞാൻ ഗ്രീൻ പീസ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് തക്കാളി, വലിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയുമാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഗ്യാസ് ഓണാക്കി ഒരു കുക്കർ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയുമാണ് കേട്ടോ. ഇനി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കാം. ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടോ. ഇനി ഗ്യാസ് ഓഫ് ആക്കാം. അതിനുശേഷം ഇത് തുറന്നു നോക്കുകയാണ്. ഇതിൻ്റെ അടപ്പ് വരുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഫുൾ വിസിൽ പോയതിന് ശേഷം മാത്രം ഇത് തുറക്കാൻ പാടുള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്. ഒരുപാട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല പുളി വരും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ പച്ചമുളക് ചേർത്തതാണല്ലോ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അതിന് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. പഞ്ചസാര വേണ്ടാത്തവർക്ക് അല്ലാതെയും ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളയ്ക്കാൻ വെക്കരുത്. അപ്പം കറിയൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിനു വേണ്ടി ഇവിടെ ഒരു ചെറിയ പാൻ ചൂടാൻ വെക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.